സുവിശേഷ വീഥി. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിൻ്റെ ഈ സുവിശേഷ വീഥിയിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ക്രിസ്തുയേശു ഭൂമിയോട് പറയാനായിട്ട് ശ്രദ്ധിച്ച ഏറ്റവും വലിയ കാര്യം എന്തായിരുന്നു? ഒരു മാനസാന്തരം ഉണ്ടാകണമെന്ന് തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ ഓരോരുത്തരും ഒന്ന് തിരിച്ചറിയണം, മനുഷ്യനാണ് തങ്ങളെന്ന്. അതെപ്പോഴും നമ്മളിങ്ങനെ അറിഞ്ഞോ അറിയാതെയോ മറന്നുപോയ ആളുകളാണ് മനുഷ്യനാണെന്ന്. അതായത് മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ട് എന്തുകൊണ്ടാണ് മനുഷ്യരായി നമ്മൾ ശ്രദ്ധിക്കാത്തതും ശ്രമിക്കാത്തതുമൊക്കെ? ഏറ്റവും വലിയൊരു വിരോധാഭാസം ഇതിനകത്തുണ്ട് കേട്ടോ, ക്രിസ്ത്യാനിറ്റിക്കകത്തെ. ദൈവം പോലും മനുഷ്യനായി വന്നതിൻ്റെ രൂപമാണ് യേശുവെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പം ദൈവം പോലും ഒരു കാലത്ത് ചിന്തിച്ചു മനുഷ്യനായേക്കാവുന്നു. അങ്ങനെ ദൈവം മനുഷ്യനായി മാറുന്നു. ഈ ദൈവം മനുഷ്യനെ പണ്ട് രൂപപ്പെടുത്തിയപ്പോൾ ദൈവം ഒരു കാര്യം വിചാരിച്ചിരുന്നു, തൻ്റെ രൂപത്തിലും ഛായയിലും മനുഷ്യരെ സൃഷ്ടിക്കാവുന്നു. അങ്ങനെ ദൈവം മനുഷ്യനെ രൂപപ്പെടുത്തിയ കാലത്തെ ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് രൂപപ്പെടുത്തിയത്. ദൈവത്തിൻ്റെ തന്നെ ഛായയിലും സാദൃശ്യത്തിലും, സെയിം ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. അവിടുന്ന് പിന്നീട് കാലങ്ങൾക്ക് ശേഷം, തലമുറകൾക്ക്, യുഗങ്ങൾക്ക് ശേഷം ദൈവം തന്നെ മനുഷ്യനായിട്ട് അവതരിക്കുകയാണ്, ജനിക്കുകയാണ്. ഇതൊക്കെ അറിയാവുന്ന, ഇതൊക്കെ മനസ്സിലാക്കിയ, പഠിച്ച, പിന്തുടരുന്ന നമ്മൾ ഓരോരുത്തരും പക്ഷേ മനുഷ്യജാതിയാണെന്ന് പോലും മറന്നു പോന്നു, അല്ലേ? മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗുരു ശ്രീനാരായണ ഗുരു ഒരിക്കൽ പറഞ്ഞു, മനുഷ്യൻ എന്നൊറ്റ ജാതിയേ ഉള്ളൂ. അതുപോലെ നമുക്ക് തിരിച്ചറിയാനായിട്ടുള്ള വെളിച്ചം ഇത്രയും കാലം കഴിഞ്ഞിട്ടും കിട്ടുന്നില്ല. മനുഷ്യനൊരു ജാതിയേ ഉള്ളൂ. അതിനകത്ത് പിന്നെ വലിയ വേർതിരിവുകളൊന്നും വേണ്ടെന്നാണ്. പിന്നെ അങ്ങേയറ്റം അത് നമുക്ക് എന്താ പറയുക, സ്ത്രീകളെ പുരുഷന്മാർ, അല്ലേ? പിന്നീട് നമ്മൾ പണമുള്ളവരും പണമില്ലാത്തവരും, അറിവുള്ളവരും അറിവില്ലാത്തവരും, മുതിർന്നവരും കുഞ്ഞുങ്ങളും, ധനികരും ദരിദ്രരും, ഏതെല്ലാം വിധത്തിലാണ്, എങ്ങനെയൊക്കെയാണ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാനായിട്ട് എന്തുകൊണ്ടാണ് പറ്റാതെ പോകുന്നത്? ഭൂമിയിൽ യേശു ജീവിച്ചൊരു 33 വർഷമോ 33.5 വർഷമോ എന്നൊക്കെ പറയുമ്പോൾ അതൊരു നല്ല മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന ഒരു മാതൃക കൂടി കൈമാറാനായിട്ടുള്ള ശ്രമമായിരുന്നു. പറഞ്ഞു വരുന്നത്, ഒരു മാറ്റവും മാനസാന്തരവുമൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. വിലാപങ്ങളുടെ പുസ്തകം ഒരു വിലാപത്തിൻ്റെ പുസ്തകം തന്നെയാണ്. ഭയങ്കര കരച്ചിലിൻ്റെയും നിലവിളിയുടെയും പുസ്തകം തന്നെയാണ്. ആ പുസ്തകത്തിൻ്റെ ഏതാണ്ട് അവസാന ഭാഗം, 5-ാം അധ്യായം അവസാനിക്കുന്നിടത്ത് ദൈവത്തോട് ഒരു പ്രാർത്ഥനയുണ്ട്, ഒരു സമൂഹത്തിൻ്റെ. നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി ഏറ്റെടുക്കാവുന്ന ഒരു നല്ല പ്രാർത്ഥനയാണ്. നല്ല പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതൊരു നിലവിളിയാണ് കേട്ടോ. വേറൊന്നുമല്ല, യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നീ മടക്കി വരുത്തേണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നീ മടക്കി വരുത്തേണമേ. ഒരു മടക്കം ആഗ്രഹിക്കേണ്ടത് ആവശ്യമായി. ഏതിലേക്കാണ്? നന്മയിലേക്ക്, വെളിച്ചത്തിലേക്ക്, അനുകമ്പയിലേക്ക്, കരുണയിലേക്കൊക്കെയുള്ള ഒരു മടക്കം നമ്മളും ആഗ്രഹിച്ചു തുടങ്ങണം. അതിനുവേണ്ടി പ്രാർത്ഥിച്ചും പരിശ്രമിച്ചും വരണം. അങ്ങനെയാണ് ക്രിസ്തുയേശു തൻ്റെ പരസ്യ ജീവിതകാലത്ത് പറഞ്ഞതും ചെയ്തതും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഒരു മടങ്ങിവരവിനുള്ള ഒരു അവസരമൊരുക്കി തന്നെയാണ്. വിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ, ഒരു മനുഷ്യന് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നെന്നും ആ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിമരമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുമ്പോൾ, അതിശയിപ്പിക്കുമ്പോൾ, തുടർന്നൊരു ചെറുവചനമുണ്ട് അവിടെ. അത്തിമരത്തിൽ ഫലം അന്വേഷിച്ച് വരുന്ന ഉടയവനെക്കുറിച്ചാണ്, ഉടമസ്ഥനെക്കുറിച്ചാണ്. സ്വാഭാവികമായ ഒരു പ്രവൃത്തി പ്രതികരണവുമാണ് ഉടമസ്ഥൻ്റേത്. ഫലമാകുന്ന കാലമാകുമ്പോൾ ഫലം തേടി വരിക, ഫലം കൊടുക്കാൻ പ്രാപ്തരാകുന്നവർ ഫലം നൽകുക എന്ന അവനവൻ്റെ ഉത്തരവാദിത്തമാണ് ഇവിടെ എങ്ങനെയൊക്കെയോ ഇല്ലാതാകുന്നത്, നഷ്ടപ്പെടുത്തി കളയുന്നത്. ആ
അത്തിമരത്തിൽ ഫലമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ, ഈ മനുഷ്യ ജീവിതത്തിൽ എന്തുമാത്രം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്, എന്തുമാത്രം ദൗത്യങ്ങളും നിയോഗങ്ങളുമൊക്കെ ഏറ്റെടുത്തവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെയാണ് നമ്മൾ ഇത്രയും കാലം ജീവിച്ചതും ഇനി ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതുമൊക്കെ. ഓരോരുത്തർക്കുമുണ്ട് ഉത്തരവാദിത്തങ്ങൾ. ഈ ഉത്തരവാദിത്തങ്ങൾക്കൊപ്പം നമുക്ക് കടമകളുമുണ്ട് എന്ന് നമ്മൾ എങ്ങനെയൊക്കെയോ മറന്നു പോകുന്നു. അങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിനകത്തെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചുമൊക്കെ കുറേ കൂടി ധാരണയും ജാഗ്രതയും ഉണ്ടാകുകയും അത് ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്ന ഏതൊരാളും മാനസാന്തരത്തിൻ്റെ വഴിയിലൂടെ തന്നെയാണ്, ഒരു ക്രിസ്തു വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ ഫലമില്ലാതെ പോകുന്ന ഒരു മനുഷ്യനാണോ എന്നറിയാനായിട്ട് ഞാൻ എന്നെ തന്നെ കാര്യമായിട്ടൊന്ന് പരിശോധിക്കണ്ടേ? ശരിക്കും ഒന്ന് കീറി മുറിച്ച് പരിശോധിക്കേണ്ട കാലമായി കേട്ടോ. ഉടമസ്ഥന് എന്നെ ഇവിടെ ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നതിന് ചില ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളുമൊക്കെ ഉണ്ടാവും. കൃത്യമായ കാലവും നേരവും എത്തുമ്പോൾ അവൻ ഫലം തേടി വരും. ഫലം തേടി വരുമ്പോൾ ഞാൻ എന്ത് കൊടുക്കുമെന്നുള്ളതാണ്. ഞാനിങ്ങനെ എൻ്റെ അശ്രദ്ധയിൽ, എൻ്റെ അലസതയിൽ, എൻ്റെ അഹന്തയിൽ, എൻ്റെ അറിവില്ലായ്മയിൽ ഇങ്ങനെ വെറുതെ നിൽക്കുമോ? അയ്യോ അറിയില്ലായിരുന്നു കേട്ടോ, ഫലങ്ങളൊക്കെ പുറപ്പെടുവിക്കാനായിട്ട് എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന്, ഫലങ്ങൾ പുറപ്പെടുവിപ്പാൻ പാകത്തിന് എനിക്ക് അറിവുണ്ടെന്ന്, അതിനുള്ള സാമർഥ്യമുണ്ടെന്ന്, അതിനുള്ള പ്രതിഭയുണ്ടെന്നൊക്കെ അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു രക്ഷപ്പെടലാണോ? ആരെങ്കിലും അത് അനുവദിച്ചു തരുമോ? അതുകൊണ്ട് ജീവിതത്തെ കുറേ കൂടി ഗൗരവത്തിൽ, ജീവിതം മൂല്യമുള്ളതാണെന്നുള്ള തിരിച്ചറിവിൽ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണ്ടേ? ജീവിതത്തിൽ അലസതയിൽ നമ്മൾ കളഞ്ഞു തീർക്കുന്ന സമയം നമുക്ക് എപ്പോഴെങ്കിലും തിരിച്ചു പിടിക്കാൻ പറ്റുമോ? വലിയ പാടാണ് കേട്ടോ. ഒന്ന് ആലോചിച്ചാൽ അത്ഭുതം തോന്നും. ഒരു മനുഷ്യൻ്റെ ജീവിതകാലം എത്രയാണ്? അത് എങ്ങനെയാണ് പൊതുവെ അങ്ങനെ പറയാൻ പറ്റുക? ശരിയാണ്. എന്നാലും ഒരു 100 വയസ്സ് വരെയൊക്കെ ജീവിക്കാനായിട്ടുള്ളൊരു പദ്ധതി പ്ലാനുമൊക്കെ ഒരു പക്ഷേ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. ഒരു സെഞ്ച്വറിയൊക്കെ ആവണ്ടേ അല്ലേ? വളരെ അപൂർവം മനുഷ്യരൊക്കെ നമുക്കിടയിൽ 100 തികയ്ക്കുന്നുമുണ്ട്. 100 കടന്ന് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്ന ചില മനുഷ്യരെയും ഞാൻ ഓർത്തുകൊണ്ടാണ് പറയുന്നത്. അപൂർവം ചിലർ 100ലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ പോലും ആ 100-ലെത്തിയ ഒരാളെ നമ്മളങ്ങ് സങ്കല്പിച്ചെടുക്കുക കുറച്ച് വിചാരങ്ങൾക്ക് വേണ്ടി. എന്താണ്, എത്ര കാലം അയാൾ ജീവിച്ചിട്ടുണ്ടാവും? 100 വയസ്സ് വരെ ജീവിച്ച ഒരാളെക്കുറിച്ചാണോ? തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ആ ബുദ്ധിയും ബോധമൊക്കെ ഒന്ന് ഉപയോഗിച്ചാൽ 36,500 ദിവസങ്ങൾ ജീവിച്ചിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. 100 വയസ്സ് വരെ ജീവിച്ചു എന്നതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ. നമ്മളത് അങ്ങനെ ഓർക്കാറില്ല. ഒരു മാസം നമുക്ക് ഇതിനു മീതെ ശമ്പളം കിട്ടിയിട്ടും അല്ലേ, വരുമാനം ഉണ്ടായിട്ടും ജീവിക്കാനായിട്ട് നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ ഒരു 100 വയസ്സ് വരെ ജീവിച്ച മനുഷ്യൻ ഭൂമിയിൽ എത്ര ദിവസങ്ങൾ ജീവിച്ചു? ഏതാണ്ട് ഒരു 36,500 ദിവസങ്ങൾ. കുറച്ച് ദിവസങ്ങളുടെയും കൂടി ഒരു കണക്ക് വരുമായിരിക്കും. പറയാൻ എളുപ്പം 36,000 ദിവസങ്ങളാണ്. അത് വളരെ കുറവാണല്ലേ? അത് വളരെ ദൈർഘ്യമുള്ള, വളരെ അതിദീർഘമായ ഒരു ജീവിതത്തിൻ്റെ കണക്കെടുപ്പാണ് കേട്ടോ. വെറുതെ ഒന്ന് പേടിപ്പിക്കാനാണേലും പറയുക, 50 വയസ്സിൽ കടന്നു പോകുന്ന ഒരാളെ ഒന്ന് വെറുതെ സങ്കല്പിച്ചാൽ 18,000 ദിവസങ്ങളാണ് അയാൾ ജീവിച്ചതെന്ന് പറയേണ്ടി വരും കേട്ടോ. 18,000 ദിവസങ്ങളെ 36ൻ്റെ പകുതി അത്രയേ ഉള്ളൂ, 18. ഇനിയും അപകടം പിടിച്ച ഒരു വിചാരം കൂടെ ഉണ്ട് ഈ കൂടെ കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മളൊരു ദിവസം എത്ര നേരം ഉറങ്ങും? അതിങ്ങനെ ഫുൾ ടൈം ഉറങ്ങുന്നവരുണ്ട്, ഇടവിട്ട് ഉറങ്ങുന്നവരുണ്ട്, ഉറങ്ങാൻ വേണ്ടി തന്നെ ഉണരുന്നവരുണ്ട് അല്ലേ? എന്നാലും ഒരു പൊതു കണക്ക്, പ്രത്യേകിച്ച് കുഞ്ഞു മക്കളുടെ കാര്യത്തിലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഒരു 1/3 എന്നാണ് പറയുക, ഒരു 1/3 ഉറങ്ങണമെന്നാണ് പറയുക, ഒരു 8 മണിക്കൂറെങ്കിലും. ജീവിതത്തിൻ്റെ വരവും ചെലവും 2 അറ്റമാണ്. ഈ 2 അറ്റം കൂട്ടിമുട്ടിക്കാനുള്ളൊരു ഓട്ടത്തിനിടയിൽ പലപ്പോഴും എന്നെ കേൾക്കുന്ന മുതിർന്നവരായ ഭൂരിപക്ഷം മനുഷ്യർക്ക് ഇതൊന്നും സാധിച്ചെന്ന് വരില്ല, ഉറക്കമേ ഇല്ലാത്ത മനുഷ്യരാവും. എന്നാൽ ഒരു പൊതുധാരണ അനുസരിച്ച് ഒരു 1/3 ഉറങ്ങണമെന്ന് പറയുമ്പോൾ 1/3 ഉറങ്ങുന്ന ഒരാൾ ഒരു ദിവസം 8 മണിക്കൂർ ഉറങ്ങണമെന്നാണ് കണക്ക്. ആയിക്കോട്ടെ. അപ്പോൾ 100 വയസ്സ് വരെ ജീവിച്ച ഒരാളെക്കുറിച്ച് നമ്മളിങ്ങനെ സങ്കല്പിച്ച് വരുമ്പോൾ ആ 36,000 ദിവസം ജീവിച്ച മനുഷ്യൻ 12,000 ദിവസം ഉറങ്ങിയിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. അയ്യോ, 12,000 ദിവസം ഉറങ്ങിത്തീർത്തു. പിന്നെ അയാളുടെ ലൈഫിൽ ഉണ്ടായിരുന്നത് വെറും 24,000 ദിവസമാണ് കേട്ടോ.
ഇങ്ങനെയൊക്കെ നമ്മളൊരു കണക്കെടുപ്പ് നടത്തുമ്പോഴാണ് ജീവിതം എന്തുമാത്രം മൂല്യമുള്ളതും എന്തുമാത്രം ഹ്രസ്വമാണെന്ന് തിരിച്ചറിയുക. അതിനകത്ത് നമ്മൾ 24,000 ദിവസത്തിനകത്ത് നമ്മൾ എത്ര ദിവസം മനുഷ്യനായിട്ട് ജീവിച്ചിട്ടുണ്ടാവും? നമ്മളിങ്ങനെ ഒരു ആട്ടിൻകുട്ടി ഉണ്ടാകുന്നതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരു ആട് പ്രസവിക്കുമ്പോൾ മിനിറ്റുകൾക്കകത്ത് എന്ത് സംഭവിക്കും? ആട്ടിൻകുഞ്ഞ് ചാടി എണീറ്റ് ഓടി നടക്കാൻ തുടങ്ങും തൊടി മുഴുവൻ. അത്ര എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട് കേട്ടോ, മിനിറ്റുകൾക്കകത്ത്. അത് പതിയെ എണീറ്റ് തുള്ളിച്ചാടി നടക്കാൻ തുടങ്ങും ആട്ടിൻകുട്ടി. എന്നാലൊരു മനുഷ്യക്കുഞ്ഞോ, അയ്യോ, അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം സ്നേഹം അപ്പനോടും അമ്മയോടൊക്കെ തോന്നും. എന്തുമാത്രം കരങ്ങൾ നമ്മളെ കരുതിയത് കൊണ്ടാണ് നമ്മളിങ്ങനെ എണീറ്റ് നടന്നത്, വാരി തിന്നാൻ പഠിച്ചത്, വീഴാതെ നടക്കാൻ പഠിച്ചത്. എന്നിട്ടും നമ്മൾ എന്തുമാത്രം വീഴുന്നുണ്ടല്ലേ എല്ലാ അർത്ഥത്തിലും. അപ്പോൾ ഒരു മനുഷ്യ ജന്മം എത്ര കാലം കൊണ്ടാണ് ഇങ്ങനെ ഒന്ന് പ്രാപ്തിയാകുന്നത്? നമ്മുടെ നാട്ടുഭാഷയെ പറഞ്ഞ് 2 കാലം നിൽക്കാനായിട്ട് ഒന്ന് പ്രാപ്തിയാകാനായിട്ട് എത്ര വർഷം എടുക്കും? അവിടുന്ന് വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം സ്ഥിരമായി കിട്ടത്തക്ക വിധത്തിൽ ഒരു തൊഴിലിലേക്കൊക്കെ എത്താനായിട്ട് എത്ര കാലമെടുക്കും? ആ കാലയളവും കൂടെ ഒന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ 24,000 ദിവസത്തിനകത്ത് പിന്നെ എന്നാ ഉണ്ടാവും? ഒരു 100 വയസ്സ് വരെ എത്താൻ ഭാഗ്യം കിട്ടുന്ന ഒരാൾക്ക് ഒരു 16 ദിവസം ഉണ്ടാവും. ഇതിനകത്ത് വാർദ്ധക്യത്തിൻ്റെയും രോഗത്തിൻ്റെയും കാലം കൂടെ ഒന്ന് മൈനസ് ചെയ്യേണ്ടി വന്നാലോ? തീർന്നു, തവിട് പൊടിയായി. ഇനി ഈ കണക്ക് പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല, നമുക്ക് മടങ്ങി വരാം. വളരെ ഹ്രസ്വമാണ് ഒരർത്ഥത്തിൽ മനുഷ്യജീവിതം. അതിനകത്തൊരു അൺസർട്ടനിറ്റി ഉണ്ട്, ഒരു അനിശ്ചിതത്വം ഉണ്ട്. എന്ന് വെച്ചാൽ 100 എന്നുള്ള ഉറപ്പ് കിട്ടിയാൽ നമുക്ക് അങ്ങനെയെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യാമായിരുന്നു. അത് 100 ആണോ 50 ആണോ 80 ആണോ 40 ആണോ ഒന്നും അറിയില്ല. ഓരോ ദിവസത്തെയും ദിനപത്രം എടുത്ത് നോക്കിയാൽ നമുക്കത് ബോധ്യപ്പെടുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും എന്തു സംഭവിക്കാം. നമ്മൾ എന്തുമാത്രം ശ്രദ്ധയോടുകൂടിയാണ് വഴിയുടെ അരികിലൂടെ നടന്നു പോകുന്നതെങ്കിലും കൃത്യമായി നമ്മൾ നിയമം പാലിച്ച് തന്നെ നടന്നു പോയാൽ പോലും ഒരാപത്ത് ഇങ്ങോട്ട് വരാനായിട്ടും നമുക്ക് കടന്നു പോകാനായിട്ട് വഴിയൊരുങ്ങാനും അധികം നേരമൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യ ജീവിതത്തിൽ കുറേ കൂടി മനുഷ്യനാവണം എന്നുള്ള ഒരു യേശു ആഹ്വാനത്തെ നമ്മൾ പരിഗണിച്ചേ മതിയാവും. ഇത് കുറേ കൂടി ഒരു മനുഷ്യനായി മാറുക. വലിയ കാര്യങ്ങളൊന്നും പറയാൻ ശ്രമിക്കാത്ത ആളായിരുന്നു യേശു. അതുകൊണ്ട് എന്നെപ്പോലെയുള്ള ആളുകൾ പിന്നീട് യേശു പറയാൻ ശ്രമിക്കാത്ത, ആഗ്രഹിക്കാത്ത വലിയ വലിയ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ലളിതമായി ജീവിക്കുക, ആർക്കും ഒരു ഭാരമാകാത്ത വിധത്തിൽ പറ്റാവുന്നത് പോലെ മനുഷ്യരെ കരുതുകയും അനുകമ്പയോടുകൂടി ഇടപെടുകയും ചെയ്യുക. അങ്ങനെ വളരെ ചെറിയ ചെറിയ മാതൃകകളാണ് യേശു കൈമാറാൻ ശ്രമിച്ചത്. നമ്മൾ അതിനെ എങ്ങനെയൊക്കെ അവഗണിച്ചു കളഞ്ഞു, ഒരിക്കലും പരിഗണിക്കാതെയും പോവുകയാണ്. അവിടെ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവണ്ടേ? തീർച്ചയായിട്ടും ഉണ്ടാകണം. അതിന് ചില വെളിപാടുകൾ ആവശ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും. യേശുവിൽ നമുക്ക് കുറേ കൂടി ഉറച്ച് നമ്മുടെ ജീവിതം ഒന്ന് ഉറപ്പിച്ചെടുക്കാനായിട്ട്, യേശുവിൽ നമുക്കൊരു പ്രത്യാശ വളർത്തിയെടുക്കാനായിട്ട് നമുക്കിനി എന്നാ ചെയ്യാൻ പറ്റുക? എന്തൊക്കെയോ ദുരിതങ്ങളിലൂടെ, ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യം ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടാവും. നമ്മളിങ്ങനെ പഴയ നിയമത്തിലെ ആ മനോഹരമായ പുസ്തകം ഒന്ന് നോക്കിയിട്ടുണ്ടോ? ഇയ്യോബിൻ്റെ പുസ്തകമാണ്, ജോബ്. ഒന്ന് നോക്കിയിട്ടുണ്ടോ? 42 അധ്യായങ്ങളുള്ള ആ ഇയ്യോബിനെ ഒന്നും കൂടി ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതാണ്. എല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെട്ട ഒരാളാണ്, എല്ലാ അർത്ഥത്തിലും. അതിനേക്കാളും അതിശയത്തോടെ ഓർക്കേണ്ടതും പറയേണ്ടതും ഒരു കാര്യമുണ്ട്. എല്ലാം സമൃദ്ധിയായിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. ഇഷ്ടംപോലെ വിഭവങ്ങൾ ഉണ്ടായിരുന്ന ആളായിരുന്നു. ബന്ധുബലം ഉണ്ടായിരുന്ന ആളായിരുന്നു, അല്ലേ? 7 ആൺമക്കളും 3 പെൺമക്കളും അടങ്ങിയ ഇയ്യോബിൻ്റെ വളരെ വിഭവസമൃദ്ധമായ കുടുംബം. അതിനെക്കുറിച്ച് പറഞ്ഞാണ് പുസ്തകം ആരംഭിക്കുക. നമുക്ക് എന്ത് ബന്ധമുണ്ട് ഇയ്യോബിനോട്? എന്ത് അടുപ്പമുണ്ട്? ഒരു മനുഷ്യായുസ് തീരുന്നതിനിടയിൽ ഇയ്യോബിനെ എത്ര തവണ ഒന്ന് വായിക്കണം നമ്മൾ? കാര്യമായിട്ടാണ് പറയുന്നത് കേട്ടോ. നിരന്തരം ഒന്ന് വായിച്ചു പോകുന്നത് നല്ലതാണ്. ഓരോ തവണയും ഇയ്യോബ് ഓരോ ദുരന്ത വർത്തമാനം കേൾക്കുമ്പോഴും ഇയ്യോബ് തളരുന്നൊന്നുമില്ല. ഇയ്യോബ് അത് പറയുന്നുണ്ടല്ലോ, ഞാൻ നഗ്നനായിട്ടാണ് അമ്മയുടെ ഉള്ളിൽ നിന്ന് വന്നത്, അതുകൊണ്ട് ഞാൻ നഗ്നനായിട്ട് മടങ്ങിപ്പോകാൻ ധൈര്യവാനാണ്. ആ പറച്ചിലിനെ നമ്മൾ കാര്യമായിട്ടൊന്ന് പരിഗണിക്കണം കേട്ടോ. ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നും എൻ്റെ ദൈവവിശ്വാസത്തെയോ ദൈവത്തിലുള്ള എൻ്റെ പ്രത്യാശ, ആഴപ്പെട്ട പ്രത്യാശയോ ബാധിക്കാൻ പാടില്ല. കൃത്യമായി യോബ് പറയാണ്, ഞാൻ അമ്മയുടെ ഉള്ളിൽ നിന്ന്, ഉദരത്തിൽ നിന്ന് വന്നത് നഗ്നനായിട്ടാണ്,
അതുകൊണ്ട് അപ്രകാരം മടങ്ങിപ്പോകാനായിട്ടും എനിക്ക് സാധിക്കും. മാത്രമല്ല, ഞാൻ ദൈവത്തിൽ നിന്ന് നന്മ കൈപ്പറ്റണം. ഇഷ്ടംപോലെ നന്മ കൈപ്പറ്റിയിട്ടുണ്ട്, അനുഗ്രഹം. അതുകൊണ്ട് അത് മാത്രമേ ഞാൻ കൈപ്പറ്റുകയുള്ളൂ എന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് ദൈവം തരുന്ന അത് കണ്ണുനീരായാലും സന്തോഷം ആയാലും ഞാൻ കൈപ്പറ്റാൻ തയ്യാറാണ്. അങ്ങനെയാണ് യോബ് നമ്മളെ ബലപ്പെടുത്തുന്നത്, അത്ഭുതപ്പെടുത്തുന്നത്. യോബിൻ്റെ ജീവിതം നമുക്ക് കുറേ കൂടി ഒരു പാകപ്പെട്ട ഭേദപ്പെട്ട ജീവിതം ഈ ഭൂമിയിൽ സമർപ്പണ മനസ്സോടുകൂടി നിർവഹിപ്പാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കും. യോബിനെ നമ്മൾ കുറേ കൂടി അത് മനസ്സിലാക്കണം. യോബിൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ നല്ല നിഴൽ വീണ് കിടപ്പുണ്ട്. യേശുവിൻ്റെ നല്ല നിഴൽ യോബിൻ്റെ ജീവിതത്തിൽ കണ്ടെത്താൻ പറ്റും. പറഞ്ഞു വരുന്നത് ഒറ്റപ്പെടലിൻ്റെയും ശരിക്കും ഒറ്റുകൊടുക്കപ്പെട്ടതിൻ്റെയും പരാജയപ്പെട്ടതിൻ്റെയും വലിയ ദുരന്തത്തിലും ദുരിതത്തിലും വീണുപോയതിൻ്റെയും ഒക്കെ അവസ്ഥ നേരിടേണ്ടി വരുന്ന ഭൂമിയിലെ മനുഷ്യർ എങ്ങനെ പിന്നെ കുറേ കൂടി പ്രത്യാശയുള്ളവരാകും? എങ്ങനെ അവരുടെ ജീവിതത്തിൽ കുറേ കൂടി യേശു ബോധത്തെ തെളിച്ചു നിർത്താനായിട്ട് സാധിക്കും? അതിന് അവനവൻ്റെ ജീവിതത്തിൻ്റെ ഈ ഹ്രസ്വതയെ ഒന്ന് ധ്യാനിച്ചാൽ മതി, അതിനെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്താൽ മതി. അതിങ്ങനെ നശ്വരമാണ്, വളരെ ചുരുക്കമാണ്, നമ്മൾ വിചാരിച്ചതുപോലെ അതിദീർഘമായ ഒന്നല്ല എന്ന് നമ്മൾ തിരിച്ചറിയും. തിരിച്ചറിഞ്ഞാൽ കാര്യങ്ങൾ കുറേ കൂടി ഭംഗിയാക്കാൻ പറ്റും. എങ്ങനെ ജീവിച്ചു എന്നതിന് വളരെ വലിയ പ്രസക്തിയൊന്നുമില്ല കേട്ടോ. എങ്ങനെ ജീവിച്ചു, പിന്നെ എത്ര കാലം ജീവിച്ചു, അതിനും വളരെ പ്രസക്തി. പിന്നെ എങ്ങനെ നമ്മൾ എന്ത് ലക്ഷ്യത്തിലേക്കായിരുന്നു നോട്ടം വെച്ചത്, നിസ്സാരമല്ല കേട്ടോ, ഏത് ലക്ഷ്യത്തിലേക്കായിരുന്നു. അപ്പോൾ അത് എന്ത് നമ്മൾ നേടി എന്നതിനേക്കാളും എങ്ങനെയൊക്കെയാണ് ഇത് നേടിയത്, അതിന് കുറേ കൂടി എന്ത് നേടി എന്നതിനേക്കാളും പ്രാധാന്യം നമ്മൾ കൽപ്പിച്ചേ മതിയാവും. എങ്ങനെയാണ് ഇതൊക്കെ നേടിയത്? എല്ലാത്തിനകത്തും ഒരു നേരിൻ്റെ നടപ്പുവഴികളുണ്ടായിരുന്നു. ഒരു ആത്മാർത്ഥതയുടെ, സമർപ്പണത്തിൻ്റെ, അനുകമ്പയുടെ ഒരു പ്രതികരണങ്ങൾ, അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അറിയില്ല. അവിടെയാണ് നമ്മൾ കുറേ കൂടി ക്രിസ്തുവിന് അനുയോജ്യരായ മനുഷ്യരായി മാറേണ്ടത്. അവിടെയാണ് നമ്മൾ നമ്മളെ തന്നെ ഒന്നുകൂടി പാകപ്പെടുത്തേണ്ടത്. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഇങ്ങനെ കടൽക്കരയിൽ നിന്ന് സുവിശേഷം പറയുന്ന യേശുവിനെ നമുക്ക് കാണാം. പത്രോസിൻ്റെയൊക്കെ ശിമോൻ്റെ വള്ളത്തിലൊക്കെ കയറി നിന്നാണ് ആ സുവിശേഷം പറയാനായിട്ട് യേശു ശ്രമിക്കുന്നതൊക്കെ. എന്നിട്ട് അവരോട് പറയുന്നുണ്ട് വലയിടാനായിട്ട്. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് വിഫലമായി പോയ അവരുടെ മുഴുവൻ പരിശ്രമങ്ങളെയും പരാജയപ്പെട്ട അവരുടെ മനസ്സിലേക്കുമൊക്കെ യേശു ഒരു പ്രത്യാശയുടെ ഒരു സാധ്യത നൽകുകയാണ്, വലയിടുക. പത്രോസ് പറയുന്നുണ്ട്, മെനക്കെട്ടതാണ്, ഒന്നും കിട്ടിയിട്ടില്ല, എന്നാലും നീ പറഞ്ഞതല്ലേ, വലയിടാം, സമൃദ്ധമായിട്ട് കിട്ടും. അതോടുകൂടി പത്രോസ്, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്, നീ എന്നെ വിട്ടുപോകണേ. പത്രോസിൻ്റെ വളരെ ഹൃദയഭേദകമായ, വളരെ സങ്കടം നിറഞ്ഞ അനുതാപത്തിൻ്റെ ഒരു പ്രസ്താവനയാണ്. ഞാൻ പാപിയായ കുറവുള്ളൊരു മനുഷ്യനാണ്, അങ്ങനെ വിട്ടുപോകണം. ക്രിസ്തു യേശു വിട്ടുപോകുമോ? മറിച്ച് അവനെ തിരഞ്ഞെടുക്കുകയാണ്, അവനെ കൂട്ടി ചേർക്കുകയാണ്, അവനെ കൂടെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ ഞാൻ പാപിയായൊരു മനുഷ്യനാണ്, എൻ്റെ കുറവുകളെ തിരിച്ചറിഞ്ഞാൽ, എൻ്റെ പോരായ്മകൾ ഞാനൊന്ന് മനസ്സിലാക്കിയാൽ, അത് യേശുവിനോടൊന്ന് തുറന്നു പറഞ്ഞാൽ, അവിടം തൊട്ട് ഞാൻ മാറുകയാണ്, എന്നെ അവൻ മാറ്റി തീർക്കുകയാണ്. അങ്ങനെയാണ് നീ ഇനി യോനാടപുത്രനായ ശമോനല്ല, നീ കീപ്പ എന്ന് അറിയപ്പെടും. അങ്ങനെ പത്രോസ് ആവുകയാണ്. പതിയെ അവൻ പാറയായി മാറുകയാണ്. അപ്പോൾ ആ ഒരു പരിവർത്തനം യേശു മൂലം ഏതൊരാളുടെയും ജീവിതത്തിൽ സാധ്യമായൊരു സംഗതിയാണ്. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി ഒരു മാനസാന്തരത്തിന് വേണ്ടി. അതിനുവേണ്ടി നമ്മളൊന്ന് ഒരുങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു ഒരുക്കം ലഭിക്കണമെങ്കിൽ സുവിശേഷത്തിലൂടെയുള്ള നമ്മുടെ അനുദിന യാത്ര കുറേ കൂടി ഒന്ന് പരിപോഷിപ്പിക്കണം. കുറേ കൂടി ആത്മാർത്ഥമായിട്ട് സുവിശേഷത്തെ നമ്മളൊന്ന് കൈകാര്യം ചെയ്യണം. ഇത് ജീവിക്കാൻ വേണ്ടിയിട്ടും കൂടി ഉള്ള ഒരു നിയമ സംഹിതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിങ്ങനെ വല്ലപ്പോഴും തുറക്കാനോ അതിലും വല്ലപ്പോഴും ഒന്ന് വായിക്കാനോ ആണ്ടിൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഒന്ന് ധ്യാനിക്കാനോ ഉള്ളതല്ല, മറിച്ച് നിരന്തരം ജീവിപ്പാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ജീവിത സംഹിത തന്നെയാണ്. അങ്ങനെ സുവിശേഷത്തെ ഒന്ന് ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കണ്ടേ യൗനാടപുത്രനായ ശമവനെ. അപ്പോൾ നീ ഇനി
ഈ യൗനാടെ പുത്രനായ ശമോവനല്ല, മറിച്ച് നീ പത്രോസാണ്, കേഫായാണ്, അങ്ങനെയൊക്കെ പറഞ്ഞൊരു സ്ഥാനക്കയറ്റം കൊടുക്കുന്ന ക്രിസ്തു യേശു. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം അവസാനിക്കുന്ന അധ്യായം, അതിൻ്റെ 21-ാമത്തെ അധ്യായത്തിലെത്തുമ്പോൾ യേശു വീണ്ടും ഇവനെ, ഈ പത്രോസിനെ, ഈ യൗനാടെ പുത്രനായ ശമോവനെന്ന് വിളിക്കുന്നുണ്ട്. യേശു തന്നെ ഒരിക്കൽ പത്രോസിനെ കണ്ടെത്തിയപ്പോൾ പറഞ്ഞു, നീ ഇനി യൗനായുടെ പുത്രനായ ശമോനല്ല, മറിച്ച് നീ കീപ്പായാണ്, അതായത് പത്രോസാണ്. അങ്ങനെ പറഞ്ഞ യേശു മറ്റൊരു സന്ദർഭത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം, അതായത് ഉയർപ്പിനും ശേഷമുള്ള നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷപ്പെടലാണ്, തിബേരിയസ് തടാകത്തിൻ്റെ തീരത്ത് വെച്ചുള്ള പ്രത്യക്ഷപ്പെടലില്ല. അതിൻ്റെ ഒടുക്കം പതിയെ വിളിക്കുകയാണ്. എന്താണ് വിളിക്കുന്നത്? യോനായുടെ പുത്രനായ ശമോനെ. അപ്പോൾ അന്ന് ആ പേരൊന്ന് മാറ്റിക്കൊടുത്തിരുന്നു, ഇന്ന് വീണ്ടും ആ പേര് വിളിക്കുക. അതിനുമൊരു ഉദ്ദേശമുണ്ട് കർത്താവിന്. നീ എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നു. കർത്താവേ എന്ന് പറയാനായിട്ട് പത്രോസിന് ഒന്നും കൂടി ആലോചിക്കേണ്ടി വന്നില്ല. രണ്ടാമതും ഈ ചോദ്യം ആവർത്തിക്കും, യൗനാടെ പുത്രനായ ശമോനെ നീ ഏറ്റവും അധികം എന്നെ സ്നേഹിക്കുന്നു, കർത്താവേ. നമ്മുടെ കർത്താവ് ഇത് മൂന്നാമതും കൂടെ ചോദിക്കുമ്പോൾ, ആ മണിക്കൂറുകൾക്ക് മുമ്പോ ദിവസങ്ങൾക്ക് മുമ്പോ തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസ് തന്നെ ഓർത്തെടുത്തിട്ടുണ്ടാവും, അല്ലേ? ഞാൻ അറിയേല, ഞാൻ അവനെ അറിയേല, അവനോടൊപ്പം ആളെയല്ല, ഞാൻ ആ കൂട്ടത്തിലുള്ള ആളെയല്ല എന്ന് 3 വട്ടം ആവർത്തിച്ച് തള്ളിപ്പറഞ്ഞ പത്രോസിനെ തന്നെ ഒന്ന് ഓർത്തെടുക്കാനായിട്ട് ഒരു മുഖാന്തരമായി മാറുന്നുണ്ട്. പറഞ്ഞു വരിക, ഈ നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മൾ ഭരമേൽപ്പിക്കപ്പെട്ട ആളുകളാണ്. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ എപ്പോഴോ നമ്മൾ മറന്നുപോയ മനുഷ്യരായിട്ട് കൂടി മാറിയിട്ടുണ്ടോ? അറിഞ്ഞും അറിയാതെയുമൊക്കെ അങ്ങനെ മറന്നുപോയ കാര്യങ്ങളെ ഓർത്തെടുക്കാനായിട്ട് ദൈവം നമുക്ക് വേണ്ടി ചില അവസരങ്ങൾ ഒരുക്കി വെക്കുന്നുണ്ട് സുവിശേഷത്തിൻ്റെ താളുകളിൽ. അപ്പം അതിലേക്കൊന്ന് മടങ്ങി വരിക എന്നുള്ളതാണ്. അതിലേക്ക് മടങ്ങി വന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്നും കൂടി മനുഷ്യനാക്കി നടത്തും. ഒരാളൊരു വീട്ടിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവനവൻ്റെ ആ വീടിനെ ഒന്ന് വീണ്ടെടുക്കണ്ടേ? ഒരപ്പൻ എന്ന നിലയിൽ, ഒരമ്മ എന്ന നിലയിൽ ഞാനിപ്പോൾ ഒരു മനുഷ്യനായിട്ടാണോ ജീവിക്കുന്നത്? അങ്ങനെ ഒരു ആലോചന ആവശ്യമല്ലേ? ഒരു മകനെന്ന നിലയിൽ, മകളെന്ന നിലയിൽ ഇത്രയും കാലമൊക്കെ വരാനുമൊക്കെ സാധിച്ചെങ്കിൽ അതിനകത്ത് എന്തുമാത്രം ഒരു സംഭാവന, കോൺട്രിബ്യൂഷൻ എൻ്റെ ഭാഗത്ത് നിന്ന് ആത്മാർത്ഥമായിട്ടുണ്ടായിട്ടുണ്ട്. ഓരോ സ്ഥാനങ്ങളിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ ഒരു പദ്ധതി അനുസരിച്ചും കൂടെ ആണെന്ന് വിശ്വസിച്ചാൽ നമ്മൾ എന്തുമാത്രം നീതി പുലർത്തുന്നുണ്ട് ഓരോ ഇടങ്ങളിലും, അല്ലേ? ഓരോ ഇടങ്ങളിലും കുറേ കൂടി നമുക്ക് മനുഷ്യരായി ഏതെല്ലാം മേഖലകളിൽ മാറാം, പ്രവർത്തിക്കാം. അവിടെയാണ് നമ്മൾക്ക് യേശുവും സുവിശേഷവുമൊക്കെ വളരെ വലിയ മാതൃകയായി, വളരെ വലിയ ഉപദേശവും നിർദ്ദേശവും മാർഗവുമൊക്കെ ആയിട്ട് മാറുന്നത്. ഇതിനെ ഒന്ന് കണ്ടെടുക്കാനായിട്ട് ഏതൊരാൾക്കും സാധിക്കണം. വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ അധ്യായം 5-ാമത്തെ അധ്യായത്തിലെ പ്രാർത്ഥന പോലെ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നീ മടക്കി കൊണ്ടുപോകണം. അപ്പോൾ ഒരു മാനസാന്തരവും മാറ്റവും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ അതിനകത്ത് ദൈവത്തിൻ്റെ കൂടി ഇടപെടൽ ആവശ്യമാണെന്ന് ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. ദൈവം കൂടി എന്ന് വിചാരിക്കാതെ ഒരാൾക്ക് എങ്ങനെയാണ് സാധിക്കുക? എൻ്റെ പിതാവ് ആകർഷിച്ചിട്ട് അല്ലാതെ ആരും തന്നെ എൻ്റെ അരികിൽ എത്തുന്നില്ല എന്ന് യേശു വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ എത്തിച്ചേരാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ വിലാപങ്ങളുടെ പുസ്തകത്തിലെ പ്രാർത്ഥനയ്ക്ക് കുറേ കൂടി പ്രാധാന്യമുണ്ട്. മാനസാന്തരം അവനവൻ്റെ ഉള്ളിൽ നിന്ന് ആരംഭിക്കേണ്ടതാണേലും അതിനുപോലും ദൈവത്തിൻ്റെ ഒരു കൂട്ടാവശ്യമാണ്, ദൈവത്തിൻ്റെ ഒരു അനുയാത്ര ആവശ്യമാണ്. അതുകൊണ്ടാണ് കർത്താവെ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നീ മടക്കി കൊണ്ടുപോകണമേ. ആ വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ അവസാന അധ്യായം തീരുന്നത് ഈ പ്രാർത്ഥനയോടുകൂടിയാണ്, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം നൽകണമേ. അപ്പോൾ ഏതോ ഒരു പഴയ കാലത്തെ ഓർത്തുകൊണ്ട് ഒരു ജനതയുടെ ഹൃദയം പൊട്ടിയ നിലവിളിയാണ്, ആ പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് മടക്കിത്തരണമേ. അപ്പോൾ മടക്കിത്തരാനായിട്ട് നഷ്ടപ്പെട്ടതിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും മടങ്ങിപ്പോകേണ്ടവരാണ് നന്മയിലേക്ക്, മനുഷ്യത്വത്തിലേക്കെന്ന് ഒരു ഓർമ്മ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം. ഇതിങ്ങനെ വളരെ ഹ്രസ്വമായ ഒരു അമൂല്യമായ കാര്യമാണ് ജീവിതം. ഇത് ഒത്തിരി നീണ്ടതല്ല, നീണ്ടു നിൽക്കുന്നതല്ല, വളരെ ഹ്രസ്വമാണ്, അനിശ്ചിതത്വം നിറഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് കുറേ കൂടി ഒരു
ബോധവും ജാഗ്രതയും പുലർത്താനായിട്ട്, ശ്രദ്ധയും ധ്യാനവും നിലനിർത്താനായിട്ട്, സ്നേഹത്തിൽ അധിഷ്ഠിതമായി നിറഭവിപ്പാനായിട്ട്, ഒരു സമർപ്പണ മനോഭാവത്തോടുകൂടി ഭൂമിയിലെ ശുശ്രൂഷയെ ഏതൊരാളും ഏറ്റെടുക്കാൻ, അത് അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, മക്കളെന്ന നിലയിൽ, ഓരോ സ്ഥാനങ്ങൾക്ക് അനുസരിച്ച് ആ നിലയിൽ ഏറ്റെടുക്കാനും നിർവഹിപ്പാനും ഒടുവിൽ നിശബ്ദമായി മടങ്ങിപ്പോകാനും ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിന് ജീവനുള്ള പരിശുദ്ധ റൂഹ നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ.